ഭൂമിയിൽ ഉണ്ടാകുന്ന വായു മലിനീകരണത്തിൻ്റെ ഏകദേശം 14% പശുക്കളും മറ്റ് ഫാം മൃഗങ്ങളുമാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് നമ്മൾ ഈ വായു മലിനീകരണം എങ്ങനെയാണ് ഭൂമിയുടെ ചൂട് കൂട്ടുന്നത് എന്നാണ് കാണുന്നത്. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റനറി റിലേറ്റഡ് കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയേജസ്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് കേൾക്കാത്തവരായിട്ട് ഇന്ന് ആരും തന്നെ ഉണ്ടാവില്ല. ഭൂമിയിലേക്ക് വരുന്ന സൂര്യകിരണത്തിന് ഭൂമി തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നു. പക്ഷെ ആ കിരണത്തിന് പുറത്തു പോകാൻ പറ്റാണ്ട് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ട്രാപ്പ് ചെയ്ത് അതിനെ തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ അയക്കുന്നു. അങ്ങനെ ശരിക്ക് ഒരു പ്രാവശ്യം മാത്രം ഭൂമിയിൽ പതിക്കേണ്ട ഈ സൂര്യകിരണത്തിന് പലപ്പോഴായി തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ അയച്ച് ഈ ഗ്യാസുകൾ ഭൂമിയുടെ ചൂട് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചൂട് കൂട്ടുന്ന വാതകങ്ങളിൽ പ്രധാനി കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. ഇത് കൂടാതെ മീഥേൻ, നീരാവി, പിന്നെ നൈട്രജൻ്റെ പല ഓക്സൈഡുകൾ എല്ലാം ഇതിൽ പെടും. എന്നാൽ നമ്മളിപ്പോൾ ഈ പറയുന്ന പ്രശ്നത്തിന് പ്രധാന കാരണം എന്ന് പറയുന്നത് മീഥേൻ എന്ന ഗ്യാസാണ്. സോ എങ്ങനെയാണ് ഈ പശുക്കളിൽ നിന്ന് ഈ ഗ്യാസ് ഉണ്ടാകുന്നുള്ളത് അറിയണ്ടേ? പശു, ആട്, ചെമ്മരിയാട്, ജിറാഫ്, പോത്ത്, മാൻ, ഒട്ടകം ഈ മൃഗങ്ങൾക്കൊക്കെ മനുഷ്യരിൽ നിന്നോ അല്ലെങ്കിൽ നായ, പൂച്ച അങ്ങനത്തെ മൃഗങ്ങളിൽ നിന്നോ വ്യത്യസ്തമായിട്ട് ഒരു കാര്യമുണ്ട്, അവരുടെ ദഹന പ്രക്രിയ. ഇവരെയൊക്കെ റൂമിനൻസ് എന്നാണ് നമ്മൾ പറയാറ്, അതായത് അയവിറക്കുന്ന ജീവികൾ. മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവരുടെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത് 4 അറകളിലായിട്ടാണ്: റൂമൻ, റെട്ടിക്കുലം, ഒമാസം, എബോമാസം. ഇതിൽ അവസാനം പറഞ്ഞ എബോമാസം എന്നത് മനുഷ്യരുടെയും അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുടെയും വയറിനോട് സാമ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ദഹന പ്രക്രിയകളെക്കുറിച്ച് നമുക്ക് ഏകദേശം അറിവുണ്ട്. പക്ഷേ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ, റൂമൻ, റെട്ടിക്കുലം, ഒമേസം, ഇതിൽ തന്നെ മെജോറിറ്റി ഡൈജഷൻ നടക്കുന്നത് റൂമനിലാണ്. ഇതിന് പശുക്കളെ സഹായിക്കുന്നതാകട്ടെ ഈ റൂമനിൽ ഉള്ള ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ആണ്. ഈ പശുക്കൾ കഴിക്കുന്ന പുല്ലും വൈക്കോലും എല്ലാം തന്നെ ഈ സൂക്ഷ്മാണുക്കളാണ് ദഹിപ്പിക്കുന്നത്. അവർ ദഹിപ്പിക്കുന്നതാവട്ടെ ഫെർമെൻറ്റേഷൻ വഴി. ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസുകളാണ് നേരത്തെ പറഞ്ഞ വില്ലന്മാർ: കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും. മെത്തനോജൻസ് എന്ന സൂക്ഷ്മാണുക്കളാണ് പ്രധാനമായിട്ടും ഈ മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്നത് വഴി പശുക്കൾക്ക് എന്താണ് ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കുന്ന പ്രോട്ടീനിനെക്കാട്ടും ഒരുപാടധികം ബയോളജിക്കൽ വാല്യൂ അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ മാറ്റം വരുത്തുകയാണ് ഈ സൂക്ഷ്മാണുക്കൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല പ്രോട്ടീൻ ലഭിക്കുക ഇങ്ങനെ ദഹനം നടക്കുമ്പോഴാണ്. പക്ഷെ ഉണ്ടാകുന്ന ഈ ഗ്യാസുകൾ ഇവർ അയവിറക്കുന്ന സമയത്ത് പുറത്തേക്ക് വിടുന്നു. അങ്ങനെയാണ് ഈ ഗ്യാസിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ ക്രമാതീതമായി കൂടുന്നത്. മീഥേൻ എന്ന വാതകത്തിന് ഏകദേശം 10 വർഷത്തോളമാണ് അന്തരീക്ഷത്തിൽ കഴിയാനുള്ള ശേഷിയുള്ളൂ. മറ്റു വാതകങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് അത്ര വലിയൊരു കാലയളവല്ല. പക്ഷേ ഈ മീഥേൻ വീണ്ടും വിഘടിച്ച് ഉണ്ടാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയുമാണ്. ഇതിന് ബയോജനിക് കാർബൺ സൈക്കിൾ എന്നാണ് പറയുക. ഇത് മാത്രമല്ല ഇവരുടെ പ്രശ്നം. മീഥേൻ ആണ് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡിനെക്കാട്ടും അല്ലെങ്കിൽ മറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസുകളെക്കാട്ടും 100 ഇരട്ടി ചൂട് ഭൂമിയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരളവിൽ പോലും ഇത് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ആണ് ഭൂമിയിൽ ഉണ്ടാക്കുന്നത്. ഇപ്പം പറഞ്ഞ കാര്യങ്ങളും ഈ ജീവികളും മനുഷ്യരോടൊപ്പം തന്നെ അല്ലെങ്കിൽ മനുഷ്യരെക്കാട്ടും മുന്നേ തന്നെ ഭൂമിയിൽ വന്നിട്ടുള്ള ജീവികളാണ്. അതുകൊണ്ട് ഇത് കാലാകാലങ്ങളായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പം പ്രശ്നമാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫാമിംഗ് ഒരു ഇൻഡസ്ട്രിയായി വളർന്നപ്പോഴാണ്. ഇതിന് സൊല്യൂഷനായിട്ട് പറയുന്നത് മാംസാഹാരം ഒഴിവാക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കലാണ്? കാരണം ഏറ്റവും ചീപ്പസ്റ്റ് ഫോം ഓഫ് പ്രോട്ടീൻ, ഏറ്റവും ചീപ്പസ്റ്റ് ഫോം ഓഫ് ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നത് ഇപ്പോഴും മാംസാഹാരം വഴി തന്നെയാണ്. അതിന് നമുക്ക് പ്രോപ്പറായിട്ടൊരു റീപ്ലേസ്മെന്റ് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഭാവി ജനറേഷനുകൾ നമ്മുടെ ജനറേഷൻ നോക്കിക്കാണുന്നത് മൃഗങ്ങളെയൊക്കെ കൊന്നു തിന്നിട്ടുള്ള ക്രൂരന്മാർ എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും. നമുക്ക് മുന്നുണ്ടായ ജനറേഷനെ കുറിച്ച് നമ്മൾ പല കാര്യങ്ങളും അവജ്ഞതയോടെ നോക്കുന്നത് ആ സമയത്തുള്ള അവരുടെ മാനസികാവസ്ഥയോ അല്ലെങ്കിൽ അവരുടെ സാഹചര്യം നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ റീപ്ലേസ്മെന്റ് ഉണ്ടാകുന്നത് വരെ ഇങ്ങനെ തുടരുകയെ തൽക്കാലം നിവൃത്തിയുള്ളൂ. ഇതിന് ഒരുപാട് എതിരഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി അടുത്ത ആഴ്ച കാണാം.
താങ്ക്സ് ഫോർ വാച്ചിങ്.